നമ്മളിപ്പോൾ എത്തിയിട്ട് 40 രൂപയാണ് എൻട്രൻസ് ടിക്കറ്റ് ഫീ. ലോക്ക് ചെയ്തില്ലേ? ഓക്കെ, 40 രൂപയാണ് എൻട്രൻസ് ടിക്കറ്റ് ഫീ. ഇവിടെ നിരവധി കാറുകൾ ഒക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ലോക്ക് റൂമിൽ റെസ്റ്റ് റൂം ഇവിടെ യൂസ് ചെയ്യാം. പക്ഷേ 5 രൂപ ഇവിടെ പൈസ കൊടുക്കാനോ എന്ന് വെച്ചാൽ വൃത്തിയിലും മെയിൻറ്റെയിൻ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരിനെ കുറിച്ച് അറിയാമല്ലോ, അപ്പോൾ അത് കാരണം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇഷ്ടംപോലെ കാസൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് ഇടല്ലോ എടുക്കാം. ബാണാസുര സാഗർ ഡാം. വെൽക്കം ടു ദ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാം. വേൾഡിലെ ലാർജസ്റ്റ് എർത്ത് ഡാമാണ്. ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഇന്ത്യ ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ഏഷ്യ. The Banasura Sagar Dam is named after Banasura, the son of Mahabali, who as per local Hindu mythological belief was a very respected king of Kerala. ഇവിടെ എക്സോട്ടിക് റൈഡ്സും ഉള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. ഇവിടെ വയനാട് ലോങ്ങസ്റ്റ് സിപ്പ് ലൈനും ഉണ്ട് ബാണാസുര ഡാമിന് വഴിയായിട്ട്. അത് മുകളിലാണ് പോയി അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാണാസുര ഡാം മുകളിലാണ്. ഇവിടെ നല്ല ബ്യൂട്ടിഫുള്ളി കുറേ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഹോറർ ഹൗസ്, കാർണിവൽ ഗെയിംസ് ഫോർ കിഡ്സ്. പിന്നെ വിസിറ്റിംഗ് ടൈം ഇവിടെ 8:30 AM to 6:15 ആണ്. പക്ഷേ ബാണാസുര ഡാമിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടുണ്ടെങ്കിൽ കാലത്ത് 8 o'clock അല്ലെങ്കിൽ 9 o'clock തൊട്ടിട്ട് വൈകുന്നേരം 5:45 വരെ ആണ് നിങ്ങൾക്ക് അലൗഡ് ടൈമിങ്സ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് ഇതിരിക്കുന്നതാണ് ബാണാസുര ഡാമും അതിൻ്റെ സറൗണ്ടിങ്സും. അറിയാം, ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. പിന്നെ വാൻ സർവീസ് ഇവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇവിടുന്ന് 1 കിലോമീറ്റർ മുകളിലേക്ക് എത്താനുള്ള വഴിയുണ്ട്. അത് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാനാണ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നടന്ന് എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ വാനിൽ പോകണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വാനിൽ പോവാം. അതിന് 20 രൂപ ഒരു ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ വാന് ഫുള്ളായെങ്കിൽ മാത്രമേ എടുക്കൂ, അങ്ങനെയൊക്കെ ആൾക്കാർ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ സമയം പോവാണ്. ആ സമയം നിങ്ങൾ നടന്നെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തുമായിരിക്കും. വരുന്നു. ഇത് എന്നിട്ട് ചെടിയമ്മ പുല്ലാണത്. ഓക്കെ ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് കാണാം, മല കുന്നിൻ്റെ മുകളിൽ മേഘങ്ങളിങ്ങനെ മുട്ടി നിൽക്കണ കാഴ്ച കാണാം. നല്ല എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്ന കാഴ്ചയല്ലത്, പ്രത്യേകിച്ച് ഈ ഉച്ച സമയത്ത്. എന്നുവെച്ചാൽ ഉച്ച സമയത്ത് മഞ്ഞും കോടയും ഒന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ഇത് നല്ല ഒരു സീനറി കാര്യമാണ് നിങ്ങൾക്ക് കാണാൻ. ആ, അപ്പം നമ്മൾ ഈ സ്റ്റെപ്സ് കയറിയ അപ്പോൾ നമ്മളിപ്പോൾ ബാണാസുര ഡാമിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് സെക്കൻഡ് എർത്ത് ഡാമാണത്. ഇവിടെ നിരവധി ആൾക്കാർ ഒക്കെ വന്ന ദിവസം കാണുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ സമയം കാലത്ത് 8 മണി തൊട്ട് വൈകുന്നേരം 5:45 വരെയാണ് അനുമതിയുള്ളത്. പിന്നെ ഇപ്പോൾ കോവിഡ് റെസ്ട്രിക്ഷനൊക്കെ പതുക്കെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ പൊക്കിയ കാരണം എല്ലാ ഡിസ്ട്രിക്റ്റും കർണാടക, തമിഴ്നാട് എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഡാം എത്തിയിട്ട് ബാക്കിയുള്ള ഇത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സിപ്പ് ലൈൻ നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് സിപ്പ് ലൈൻ. സിപ്പ് ലൈൻ അപ്പുറത്ത് പോകണം. മഡി ബൂത്ത്സ്
എക്സിറ്റ് ഇപ്പുറത്താണ്, ഇതികൂടെ പോകണം. അപ്പോൾ ഇവിടെ കടകളൊക്കെ ഉണ്ട്. ആ സൗണ്ട് കേൾക്കുന്നത് സിപ്പ് ലൈനാണ്, സിപ്പ് ലൈനിൻ്റെ സൗണ്ട്. ഇവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് സിപ്പ് ലൈൻ. ദേ പോണു. പക്ഷെ എന്താ കാര്യം വെച്ചാൽ ഇവിടുന്ന് അവിടേക്ക് പോയിട്ട് എങ്ങനെ ഇങ്ങോട്ട് വരാം? നോക്കാലോ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബാണസ്വാര ഡാമിൽ എത്തിയിരിക്കുകയാണ്. എത്തിയതിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ബോട്ടിങ് കാണാൻ നിങ്ങൾക്ക്, അത് ശരിക്കും നല്ല സ്പീഡ് ബോട്ടിംഗ് ആണ്, നിങ്ങൾക്ക് കാണാം. നമുക്ക് റിയലി എൻജോയ് ചെയ്യാം. ഇവിടെ നല്ല കാറ്റും ഉണ്ട്, നല്ല പ്രദേശമാണ്. ബാണസുര സാഗർ ഡാമിൽ നമ്മൾ ബോട്ടിംഗ് പോവാണ്. അപ്പോൾ ബോട്ടിംഗ് ടിക്കറ്റ് എടുക്കുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് സ്ഥലം എത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവിടെ നിന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മളിവിടെ ബോട്ടിംഗ് സെൻറ്ററിൻ്റെ ഇതെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ്. അപ്പോൾ 15 മിനിറ്റിന് അവർ ചാർജ് ചെയ്യുന്നത് 950 രൂപയാണ്. നിങ്ങൾ സൈറ്റിലുള്ള വില ഒന്നും നോക്കണ്ട. എന്ന് വെച്ചാൽ സൈറ്റിലുള്ള വില ഒക്കെ മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആയ കാരണം ആൾക്കാർക്ക് മാക്സിമം റവന്യൂ ഉണ്ടാക്കാൻ പോലെ അവരുണ്ടാക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് ഈ ബോട്ടിംഗ് സ്റ്റേഷൻ. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ബോട്ടിൽ കയറാൻ. അത്യാവശ്യം സ്പീഡിൽ ബോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഡ്രിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ബോട്ട്. അപ്പോൾ ഇവിടെ വന്നെങ്കിൽ മാത്രമാണ് ഈ ബോട്ടിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പൂക്കോട് ലേക്കിലൊക്കെ പെഡൽ ബോട്ടിംഗ് ഈ ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഏറ്റ പോലെ അത് കപ്പിൾസിനൊക്കെ 200 രൂപ ഉള്ളൂ. ഇത് കപ്പിൾസ് ആയാലും മാക്സിമം 5 പേർക്ക് പോവാം. അതാണ് ഇതിൻ്റെ കപ്പാസിറ്റി സ്പീഡ് ബോട്ടിങ്ങിൽ. പിന്നെ അടുത്തത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് സിപ്പ് ലൈനാണ്. അപ്പോൾ അത് ഞാൻ മാത്രമാകും പോകണ്ടാവുക. അപ്പോൾ അത് പിന്നെ നമുക്ക് കാണാം. ലൈഫ് ജാക്കറ്റൊക്കെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിംഗ് ഏരിയയിൽ നമ്മൾ കിടക്കാണ്. അപ്പോൾ ബോട്ടിൽ റൈഡിൽ ചെയ്യുമ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്ക് ഇപ്പോൾ കാണാം. ഇവിടെ ഒരു ചെറിയ ഇതാണ്, പാനലാണ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ചെറിയ പാനലാണ്. ഈ പാനലിലൂടെ വേണം നമ്മൾ നടക്കാൻ. ഇവിടെ മൊത്തം വെള്ളമൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലൈഫ് ജാക്കറ്റും വെള്ളമൊക്കെയാണ്. ഇവിടെ എല്ലാ ട്രിപ്പും കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇവിടെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാനിറ്റൈസ് ചെയ്ത ജാക്കറ്റാണ് നമ്മൾ ഇടണത്. അത് കാരണം ഒക്കെ സേഫാണ്. ആസ് പെർ കോവിഡ് പ്രോട്ടോകോൾ ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് ഇവിടെ ഒക്കെ നടക്കണം. ഇതാണ് ബോട്ടിങ് കയറുന്ന സ്ഥലം. ഇപ്പോൾ 5 പേരെന്ന് വെച്ചാൽ ഈ സ്പീഡ് ബോട്ടാണ് അവർ യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് 6 പേർക്ക് ഇരിക്കാം, ഇൻക്ലൂഡിങ് ഡ്രൈവർ. അപ്പോൾ 5 പേരാണ്. പിന്നെ ബാക്കിയുള്ള ബോട്ട്സൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ഓസം വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിങ് പോവാണ്. നമ്മുടെ ബോട്ട് എത്തി. ഇപ്പോൾ നമ്മുടെ ബോട്ട് എത്തി. ഗ്യാസലീനൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ പോവാം. റൈഡിന് റെഡിയാണ്. കയ്യിൽ വെച്ചോ. പതുക്കെ സ്വിച്ച്. ഇരിക്കും മമ്മി, എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അവിടെ ബോട്ട് ഇപ്പോൾ സ്റ്റാർട്ടായി.
അപ്പം ഞാൻ ഈ ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരു സൂപ്പർ ബോട്ട് റൈഡായിരുന്നു. 15 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അത് അരമണിക്കൂറിൻ്റെ പോലെയാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇത് എൻജോയ് ചെയ്തിരിക്കണം. എന്താണെന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് ഭംഗിയും അത്രയ്ക്ക് ജോളി റൈഡാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ ഷെയർ അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. സീ യു. ബൈ.